ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എങ്ങനെ എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനിത് ചോദിക്കാൻ കാരണം ഇപ്പോൾ എല്ലാ സ്ഥലത്തും മഴയും വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ അല്ലേ, അതുകൊണ്ടാട്ടോ. അപ്പോൾ നമ്മളിന്നൊരു വ്ളോഗാണ് കേട്ടോ ചെയ്യുന്നത്. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് തളിപ്പറമ്പ് RTO വരെ പോയതാണ്. അപ്പോൾ പോയിട്ട് തിരിച്ചു വരുന്ന വഴി ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു വ്ളോഗ് ചെയ്തേക്കാന്ന്. അപ്പോൾ ഇന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പൊന്നൂനെയും കൂടെ കൂട്ടിയിട്ടാണ് RTO വരെ പോയത്. ഇപ്പം മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുട്ടികൾക്ക് തിങ്കളാഴ്ച മുതൽ ലീവാണല്ലോ. അപ്പോൾ അങ്ങനെ പോയി തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു കംപ്ലൈൻ്റ് അല്ല, ഹോണിൻ്റെ ചെറിയൊരു പ്രശ്നം. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി നമ്മളിവിടെ ഒരു ചെറിയൊരു ഷോപ്പിൽ കയറിയതാണ്. അപ്പോൾ അവരിങ്ങനെ വണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ബംഗാളി ചേട്ടനാട്ടോ നോക്കുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിൽ നമ്മുടെ മലയാളീസിനേക്കാളും കൂടുതൽ ബംഗാളികളാണല്ലോ. അപ്പോൾ അങ്ങനെ അവർ നമ്മുടെ വണ്ടി കംപ്ലീറ്റ് അഴിച്ച് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാര്യമായിട്ട് വലിയ വണ്ടിക്ക് കംപ്ലൈൻ്റ് ഒന്നും ഇല്ല കേട്ടോ. ചെറിയ ഹോണിൻ്റെ എന്തോ സൗണ്ട് ചെറുങ്ങനെ കുറഞ്ഞു. അപ്പോൾ അതിൻ്റെ എന്തോ ഒരു ചെറിയൊരു പ്രശ്നം നോക്കലാണ്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഷോപ്പാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഹസ്ബൻഡ് ഇങ്ങോട്ടേക്ക് വണ്ടി കൊണ്ടുവന്നത് തന്നെ. അപ്പോൾ അവരിങ്ങനെ കുറേ സംസാരിച്ച് അവിടെ നിന്ന് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കുറേ സമയം വണ്ടിയിൽ തന്നെ ഇരുന്നു. പിന്നെ അവർ ഉള്ളിലും എന്തോ ചെറിയ സ്റ്റീരിയോൻ്റെ എന്തോ ഒരു സംഭവം നോക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാനും കുറച്ച് സമയം പുറത്തിറങ്ങി നിന്നു. അപ്പോൾ ഈ സമയത്ത് മഴ ചെറിയൊരു ശമനമുണ്ട് കേട്ടോ. അതുവരെ നല്ല മഴയായിരുന്നു. എന്താ പറയുക, ഭയങ്കര അതിശക്തമായ മഴയൊക്കെ ആയിരുന്നു ഉണ്ടായത്. അപ്പം ഉള്ളിലത്തെ വണ്ടീൻ്റെ പുറത്തുനിന്ന് പണിയൊക്കെ ചെയ്ത് പുള്ളി ഇപ്പം ഉള്ളിലേക്ക് കയറി സ്റ്റീരിയോൻ്റെ ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ വണ്ടി കയറി ഉടനെ പൊന്നൂന് പാട്ട് കേൾക്കണം. അപ്പോൾ മൊബൈലിൽ എന്താ പറയുക, ബ്ലൂടൂത്ത് വഴി പാട്ട് കേൾക്കണം. അപ്പോൾ അതുകൊണ്ട് ഓളെ വാശിപ്രകാരമാണ് ഇപ്പം സ്റ്റീരിയോൻ്റെ ഇത് നോക്കുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ വിശന്നൊരു വകയായിട്ടുണ്ടായിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പോയതല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു പുലരി ഹോട്ടലുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു നാടൻ ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ കയറി. ഇപ്പം പൊതുവേ നമ്മളെ വ്ളോഗിൽ ഇപ്പം എല്ലാവരും ഇങ്ങനെ ഈ ഒരു നാടൻ ഫുഡായിരിക്കും കൂടുതൽ കാണുന്നുണ്ടാവുക. കാരണം നമ്മുടെ നാടൻ ഫുഡിൻ്റെ ഭയങ്കര വലിയ ഫാനാട്ടോ. നമ്മൾ നല്ല മീൻ പൊരിച്ചതും അതുപോലെ തന്നെ നമ്മുടെ നാടൻ മീൻകറിയും സാമ്പാറും എന്താ പറയുക ചെറിയ പായസവും അങ്ങനെയൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു ഫുഡാണ് നമുക്ക് പൊതുവേ എനിക്കും ഇഷ്ടം. ഇവിടുന്ന് പൊന്നൂനൊക്കെ അതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ നമ്മൾ അങ്ങനത്തെയാണ് പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വണ്ടിയിൽ വന്നിരുന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെറിയ 1-2 സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അതിപ്പം നേരെ പോകുന്ന വഴിക്ക് എവിടെന്നെങ്കിലും വാങ്ങുക ചെയ്യുക. കാര്യമായിട്ടൊന്നും വാങ്ങാനൊന്നുമല്ല. ഇപ്പോൾ പൊന്നൂന് സ്കൂളിലേക്ക് കൊണ്ടുപോകേണ്ട കുറച്ച് സ്നാക്സ് ഐറ്റംസ് അങ്ങനത്തൊക്കെയാണ് വാങ്ങാനുള്ളത്. പിന്നെ അവൾക്ക് എന്തോ ആക്ടിവിറ്റി ചെയ്യാൻ കുറച്ച് ചാർട്ട് പേപ്പേഴ്സൊക്കെ വാങ്ങണം. അപ്പോൾ അതിന് വേണ്ടി നമ്മളിവിടെ തൊട്ടടുത്തുള്ള ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് പോലത്തെ ഒരു കടയാണ്. അപ്പോൾ അത്യാവശ്യം വേണ്ട കുറച്ച് ഐറ്റംസ് മാത്രം വാങ്ങിയിട്ട് നമ്മളിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. അധികം ലേറ്റൊന്നും ആയിട്ടില്ല കേട്ടോ. ഞങ്ങൾ രാവിലെ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഇവിടുന്ന് വിട്ടതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉച്ചക്കത്തെ ലഞ്ച് പുറത്തുനിന്ന് കഴിച്ച് സാധനം വാങ്ങി ഞങ്ങൾ ഒരു 2-3 മണിയൊക്കെ ആകുമ്പോഴേക്കും വീട്ടിലെത്തി. അപ്പോൾ ഇനി വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് വൈകുന്നേരത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കലാണ്. അപ്പോൾ അതിന് ഉള്ളിലായിട്ട് ഞങ്ങൾ ഒരു ഈവനിങ് ചായ ആ ഒരു ടൈം ആയപ്പോഴേക്കും ഞങ്ങളൊരു ബർഗർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള AFC എന്നാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായത്. ഞങ്ങളിപ്പം എന്താ പറയുക, കൂടുതലും ഈ ഒരു സ്ഥലത്ത് തന്നെയാണ് കൂടുതൽ ഈ ബർഗേഴ്സ് ഒക്കെ ഓർഡർ ചെയ്യുന്നത് കേട്ടോ. കാരണം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല സർവീസാണ്, പിന്നെ നല്ല ടേസ്റ്റും കൂടിയാണ്. പിന്നെ അതുകൊണ്ടാണ് നമ്മൾ AFC ആണ് ഇപ്പം പ്രിഫർ ചെയ്തത്. പിന്നെ KFCയിലെ ബർഗർ എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. വെജ് ബർഗർ എനിക്ക് ഇഷ്ടമല്ല. ബാക്കിയുള്ളതൊക്കെ നല്ലതാണ്. പക്ഷേ എനിക്ക് അടുത്ത വെജ് ബർഗർ ഞാനൊരിക്കൽ വാങ്ങിയിട്ട് എനിക്ക് അത്ര ഒരു സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. പക്ഷേ ഇവിടുന്ന് വാങ്ങിയപ്പോൾ ഞാൻ അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആയിരുന്നു. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവരുടെ സ്ഥിരം കസ്റ്റമറാണ് നമ്മൾ. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ എന്താ പറയുക, ഈവനിങ് ചായ കുടിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ വാങ്ങും. അതല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ബർഗർ തിന്നണമെന്ന് ആഗ്രഹമുള്ള സമയത്തൊക്കെ വാങ്ങും കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലെ മെയിൻ ബർഗർ കൊതിച്ചിനെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവൾക്ക് KFC ബർഗറിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ വെജ് ബർഗറാണിത്. അടിപൊളി കേട്ടോ, സംഭവം നല്ല സൂപ്പറായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ബർഗർ തിന്നുകൊണ്ടിരിക്കുന്ന ഷോ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് ഇങ്ങനെ വീഡിയോ ഇങ്ങനെ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പൊന്നു ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഓരോരോ ഓളതായ ഒപ്പീനിയനൊക്കെ കുറേ പറയുന്നുണ്ടായിരുന്നു. ഇനി അടുത്ത് നമുക്ക് KFC ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ ഫ്രൈഡ് ചിക്കൻ ഓർഡർ ചെയ്യാമെന്നൊക്കെ ഇങ്ങനെ അവൾ അച്ഛനോട് പറയുന്നുണ്ടായത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈവനിങ് പരിപാടിയൊക്കെ. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്യാപ്പിൽ പോയിട്ട് നമ്മുടെ കോഫി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ കോഫി ലവറാണ് കേട്ടോ. ബ്രൂവിൻ്റെ കോഫി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കോഫി ലവർ ആയതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരും കോഫി കുടിച്ചു തുടങ്ങി എന്നല്ല, ഏട്ടന് ചായയാണ് പൊതുവേ ഇഷ്ടം. ഞാനിങ്ങനെ രണ്ട് തവണ വെക്കേണ്ടത്, അതായത് ഒരാൾക്ക് ചായ ഒരാൾക്ക് കോഫി അങ്ങനെ വെക്കേണ്ടത് മേടിച്ചിട്ട് ഞാൻ കോഫി ആക്കി. അപ്പോൾ ഏട്ടനും കോഫി ഇഷ്ടമാണ്, പൊന്നൂനും കോഫി ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ കോഫി കുടിയും ബർഗർ കഴിക്കുന്നതും ഉള്ള ഷോ ഓഫാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഈവനിങ് പരിപാടികളൊക്കെ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കുമായിരുന്നു നമുക്ക് രാത്രിത്തേക്ക് എന്താ ഉണ്ടാക്കണ്ടേ, സിമ്പിളായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ഇപ്പം ബർഗറും അതും ഇതൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ വയറിപ്പോൾ ഓൾമോസ്റ്റ് ഫുള്ളായിട്ടാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി ലൈറ്റായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ പറയായിരുന്നു. ലൈറ്റായിട്ട് മീൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന എന്തെങ്കിലും ഉണ്ടാക്കാൻ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പൊന്നു എന്നോട് പറഞ്ഞു, അമ്മേ നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയാലോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു സിമ്പിളായിട്ട് അങ്ങനെ ബിരിയാണി ഉണ്ടാക്കാമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കുക്കർ ബിരിയാണി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ രാത്രിയിലേക്ക് നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ബിരിയാണി ആക്കാനുള്ള ആ ഒരു എന്താ പറയുക ഐഡിയ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ബർഗർ കഴിച്ച് ഇതായിട്ട് പോയി ലാസ്റ്റ് പറഞ്ഞു അമ്മ എനിക്ക് ബർഗർ മതി എന്ന് എൻ്റെ പൊന്നു ഇവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് ചെറുനാരങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പെട്ടെന്നൊന്ന് മുറിച്ചിട്ട് ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ലേശം അച്ചാർ പൊടിയൊക്കെ ഇട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ബിരിയാണി ആക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഒരു സിമ്പിൾ തട്ടിക്കൂട്ട് കുക്കർ ബിരിയാണി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എന്നെക്കാളും നല്ല രീതിയിൽ ബിരിയാണി ഉണ്ടാക്കുന്നവരായിരിക്കും നിങ്ങൾ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് റാൻഡമായിട്ട് പറയാം. ആദ്യം ഞാൻ നെയ്യ് ഒഴിച്ച് സവാള വാട്ടിയെടുത്തു. അതിൻ്റെ അകത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും വാട്ടിയെടുത്തു. പിന്നെ നമുക്ക് അടുത്തത് സവാളയിട്ട് നല്ലോണം മുരിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് ബേ ലീവ്സ് ഇടാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1-2 ഏലക്കായി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാരറ്റ് ഇടാം, നിർബന്ധമൊന്നുമില്ല. നന്നായിട്ട് നല്ല മിക്സായിട്ട് വഴണ്ട് വരുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മുടെ കുറച്ച് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് ബിരിയാണി റൈസ്, ഞാൻ നല്ല നേരിയ ബിരിയാണി റൈസ് ആട്ടോ എടുത്തത്. അപ്പോൾ ബിരിയാണി റൈസ് ഇട്ട് ലേശം ലെമണും പിഴിഞ്ഞിട്ട് നമുക്കത് കുക്കറൊന്ന് അടച്ച് വെക്കാം. ഞാൻ കുക്കറിൻ്റെ വെയിറ്റ് ഇടൂല കേട്ടോ. വെയിറ്റ് ഇടാതിരിക്കുമ്പോൾ തന്നെ ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴേക്ക് തന്നെ തുറന്ന് നോക്കുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് ചോറും ഇതൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള തട്ടിക്കൂട്ട് പരിപാടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടു എന്ന് വിചാരിക്കുന്നു. കാണാത്തവർ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.